നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഒരു ആറ്റുകാൽ പൊങ്കാല അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതൊരു എല്ലാം സർവ്വമംഗളമായി നടന്നുവെങ്കിലും അതിനകത്തൊരു വലിയ രാഷ്ട്രീയ കളി ഉണ്ടായിരുന്നു എന്ന ചില സൂചനകൾ നമുക്ക് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. സനോജ്, ഈ ആറ്റുകാൽ പൊങ്കാലയുടെ തൊട്ട് മുന്നോടിയായി ഈ കൗൺസിലർമാരെല്ലാം BJPയുടെ കൗൺസിലർമാരെല്ലാം ദില്ലി പ്രവാസ യാത്രയ്ക്ക് പോയിരുന്ന ആ സമയം നോക്കി അവരുടെ വാർഡുകളിലെ കുടിവെള്ളം നിലയ്ക്കുന്നു. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് BJP കൗൺസിലർമാർ രംഗത്ത് വരുന്നു. തുടർന്ന് BJP ഒന്നാകെ സമര രംഗത്ത് വരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി ഇതെല്ലാം സ്വന്തം നിലയ്ക്ക് പരിഹരിക്കാൻ BJPക്ക് സാധിച്ചു. അതായത് BJP ഭരണത്തിൽ വന്ന നഗരസഭയെ ഒന്ന് പ്രതിസന്ധിയിലാക്കാൻ സംസ്ഥാന ഭരണകൂടം ശ്രമിച്ചിരുന്നു. പക്ഷേ അത് BJP മറികടന്നു. അത് ജനപിന്തുണ കൊണ്ടാണ് മറികടന്നത് എന്നൊരു ശക്തമായ വിലയിരുത്തൽ ഇപ്പോഴുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും കുമാർ. കാര്യം ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൻ്റെ ഡേറ്റ് പെട്ടെന്ന് തീരുമാനിക്കപ്പെടുന്നതല്ല. ഇപ്പോൾ ഈ വർഷം തന്നെ നമുക്കറിയാം അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാല എന്നാണെന്ന്. കുംഭമാസത്തിലെ പൂരം നക്ഷത്രം എന്നാണെന്ന് നോക്കിയാൽ മതി, എല്ലാവർക്കും മനസ്സിലാവും അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാല എന്നാണെന്ന്. അപ്പോൾ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള മുന്നൊരുക്കങ്ങളുണ്ട്, സർക്കാർ തലത്തിൽ ചെയ്യേണ്ടതുണ്ട്, പ്രാദേശിക ഭരണകൂടത്തിൻ്റെ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു 3-4 മാസം മുമ്പ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു അവസരത്തിലാണ് തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഭരണം മാറുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 13-ന് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ തിരുവനന്തപുരം വിധി എഴുതിയത് മറ്റൊരു തരത്തിലായിരുന്നു. കാലാകാലങ്ങളിലായി ഇടതുപക്ഷത്തിൻ്റെ കൈകൾ ഉണ്ടായിരുന്ന ഭരണം 45 വർഷത്തെ ആ ഭരണം മാറി BJPയുടെ കൈകളിലേക്ക് എത്തിയത് പെടുന്നനെയാണ്. അപ്പോൾ BJP വന്നു കഴിഞ്ഞാൽ ഇവർക്കറിയാം വിശ്വാസ സംരക്ഷണത്തിനും ആചാരത്തിനുമൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് BJP. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഈ ആറ്റുകാൽ പൊങ്കാല കുറ്റമറ്റതാക്കാൻ BJPക്ക് കഴിയും എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ തിരിച്ചെന്താണ് ചെയ്യാൻ കഴിയുക? അതിൽ എവിടെയെങ്കിലും ഒരു അപാകത ഉണ്ടാക്കുക, അതിൽ ഒരു പാളിച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പഴി അവർക്കിരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ. അതാണ് ഈ കഴിഞ്ഞ മാസമാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നത്, അല്ലേ? തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം തിരിച്ചു മടങ്ങുമ്പോൾ മേയറുടെ കൂടെയുള്ള 51 അംഗ കൗൺസിലർ സംഘത്തെയും ദില്ലിയിലേക്ക് ക്ഷണിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അവിടെ അവർക്ക് അത്താഴ വിരുന്നൊരുക്കുകയും ഇവരോടൊപ്പം പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവ പാഠങ്ങളൊക്കെ ഇവരുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും ഇവരുമായി ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു 3-4 ദിവസങ്ങളുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലാണ് ഇവിടെ തിരുവനന്തപുരം നഗരത്തിലെ പല വാർഡുകളിലും കുടിവെള്ള വിതരണം മുടങ്ങി തുടങ്ങുന്നത്. അപ്പോൾ ഇത് കാലയെക്കൂട്ടിയുള്ള ചില കാര്യങ്ങൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി മേയർ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. കാര്യം വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളെ പഴിക്കുന്നോ എന്നുള്ള പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അതൊന്നും പറയാനുള്ള സമയമല്ല, ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വഴിയെ ഞങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു സൂചന മാത്രമാണ് നൽകിയത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പ്രഥമ പരിഗണന എന്ന് പറഞ്ഞാൽ പൊങ്കാല കുറ്റമറ്റതായി നടക്കണം, അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകരുത്, ഈ ജലവിതരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മാക്സിമം നന്നായി ചെയ്യുക, ഒരു വാർഡിന് ഒരു ടാങ്കർ എന്നുള്ള രീതിക്കാണ് ജലലഭ്യത ഉറപ്പുവരുത്തിയത്. മാത്രമല്ല ആറ്റുകാലും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു ടാങ്കർ എന്നുള്ളത് 8 ടാങ്കർ വരെയാക്കി ഉയർത്തുകയും ചെയ്തു. 62 ടാങ്കറിൽ വിതരണം നടത്തിക്കൊണ്ടിരുന്ന ജലവിതരണം തിരുവനന്തപുരം നഗരത്തിൽ ഏതാണ്ട് 170ഓളം ടാങ്കറായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയത്. പക്ഷേ അതിവിടം കൊണ്ട് തീരുന്നില്ല. ഇന്നിപ്പോൾ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കൊടിയ വേനലാണ് മുന്നിൽ നിൽക്കാൻ പോകുന്നത്. വേനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വേനലിനെ അഭിമുഖീകരിക്കുക എന്നുള്ളൊരു വലിയ കടമ്പ കൂടിയുണ്ട്. അവിടെ ഒരു പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്ക് പിടിവീഴുന്നേക്കാം ഇത് ഇനിയും പരിഹരിച്ചില്ലെങ്കിൽ. ഇപ്പോൾ താൽക്കാലികമായി ഈ പൊങ്കാല സമയം കടന്നു കയറുക എന്നുള്ളതായിരുന്നു പ്രഥമ പരിഗണന. അതിന് ഇവർ പറഞ്ഞ ഈ കീറാമുട്ടി ന്യായങ്ങളൊന്നും വിലപ്പോയില്ല. ബദൽ സംവിധാനം ഒരുക്കുകയാണ് കോർപ്പറേഷൻ ചെയ്തത്. മറ്റ് സംവിധാനങ്ങളെല്ലാം മറ്റതൊക്കെ പിന്നെ പരിശോധിക്കാം, എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചയാണെങ്കിൽ അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയും മേയർ ആ വാർത്താ സമ്മേളനത്തിൽ നൽകിയിരുന്നു. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി അന്ന് അദ്ദേഹം നടത്തുകയുണ്ടായി. നമ്മൾ ഇന്ന് രാവിലെ നടത്തിയ തത്സമയ സംപ്രേഷണത്തിനിടയിൽ നമ്മളത് പറയുകയുണ്ടായി കുമാറെ. കാര്യം ഈ തിരുവനന്തപുരം പോലെ വളരെ വികസിതമായ ഒരു നഗരത്തിൽ, അല്ലേ, കാലാകാലങ്ങളായി കഴിഞ്ഞ 45 വർഷമായി ഭരണം ഒരേ പാർട്ടി തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
എന്നിട്ടും ഇവർക്കിവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ അമ്പയെ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തനക്ഷമമായ വെറും 36 ടോയ്ലറ്റ് സംവിധാനങ്ങൾ മാത്രമേ ഇന്ന് നഗരത്തിലുള്ളൂ എന്ന് പറയുമ്പോൾ ഞെട്ടലോടെയാണ് നമ്മളത് കേൾക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അതിനൊരു ബദൽ സംവിധാനം പുതിയ ഭരണസമിതി കൊണ്ടുവന്നിട്ടുണ്ട്. 200 അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് 200ഓളം ശുചിമുറികൾ ഈ നഗരത്തിൽ ഉണ്ടാക്കും എന്നുള്ളൊരു ഉറപ്പ് മേയർ പറഞ്ഞിട്ടുണ്ട്. ബഡ്ജറ്റിൽ ഈ കഴിഞ്ഞ ദിവസം നഗരസഭ പാസ്സാക്കിയ ബഡ്ജറ്റിൽ അതിനുവേണ്ടിയുള്ളൊരു തുകയും വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ നോക്കുമോ അങ്ങനെയൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതൊന്നും ഫലവത്തായില്ല എന്നുള്ളതാണ്. ഇവർ വിചാരിച്ചത് BJP പരസ്യമായൊരു സമരത്തിലൂടെ ഇവരെ നേരിടുമെന്നായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ പോർവിളികൾ നടത്താം, അതിൽ BJPയെ തളർത്താം എന്നൊക്കെയുള്ളൊരു വ്യാമോഹമുണ്ടായിരുന്നു. പക്ഷേ BJP എന്നൊരു കേഡർ പാർട്ടിയുടെ വളരെ പക്വമാർന്ന ഒരു പെരുമാറ്റം, ആ പെരുമാറ്റം തന്നെയാണ് ഈ പ്രതിസന്ധി ഇത്തരത്തിൽ രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഈ ആറ്റുകാൽ പൊങ്കാല എന്നൊരു കടന്നിരിക്കുകയാണ്. ഇനിയുള്ളത് ഈ വേനലിന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ നാളെ മുതൽ തന്നെ തുടങ്ങിയേക്കും. കുമാർ, ഇവർ ഈ കളിയൊക്കെ കളിക്കുന്നത് അവിടുത്തെ, അതായത് വാട്ടർ അതോറിറ്റിയിലെ ചില ജീവനക്കാരുടെ യൂണിയനുകളെ ഉപയോഗിച്ചിട്ടാണ് എന്ന വാർത്തയൊക്കെ പുറത്തു വന്നതാണ്. എന്തായാലും BJP അതിനെതിരെ ഒരു ജനകീയ സമരം തന്നെ നടത്തി. ആ ജനകീയ സമരം ഒടുവിൽ BJPക്ക് അനുകൂലമായ ഒരു അഭിപ്രായ സമാഹരണം ഉണ്ടാക്കാൻ ഇടയാക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഈ ഡോക്ടർമാരുടെ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു, കാരണം മറ്റൊരു ഉത്സവത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഡോക്ടർമാർ സമരം ചെയ്യുകയാണെങ്കിൽ ആ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയേണ്ടത്. പക്ഷേ ഡോക്ടർമാർ വാർത്താ സമ്മേളനം നടത്തി ഭീഷണിപ്പെടുത്തുകയാണ് നഗരസഭയെ. അതായത് ഞങ്ങൾ പൊങ്കാലയുമായി നിസ്സഹകരിക്കുമെന്ന്. പക്ഷേ BJPക്ക് അതിന് ബദൽ മാർഗങ്ങൾ ഉണ്ടെന്നോ BJPക്ക് അത്രമാത്രം ആഴത്തിലുള്ള സംഘടനാ സംവിധാനമുണ്ടെന്നോ ജനങ്ങളിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങിയാണ് ഇന്ന് തിരുവനന്തപുരത്തെങ്കിലും BJP പ്രവർത്തിക്കുന്നത് എന്നോ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്ന് വേണം ആ ഭീഷണിയിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒടുവിൽ അവർ മുട്ടുമടക്കി ആ ബഹിഷ്കരണം ഉപേക്ഷിക്കുകയും ചെയ്തു. അതും ഒരു വലിയ വിജയമായി മാറുകയാണ്. അല്ല, തീർച്ചയായിട്ടും അന്ന് ഈ ഡോക്ടർമാർ ഒന്നടങ്കം പണിമുടക്കിയാൽ ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് കരുതി. പക്ഷേ അപ്പോഴും ഈ തിരുവനന്തപുരം നഗരത്തിലെയും നമ്മൾ തിരുവനന്തപുരം വിട്ടിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അവരുടെ എല്ലാവിധമായ ആംബുലൻസ് സൗകര്യങ്ങളോടുകൂടി ഇവിടെ വന്ന് സേവനം ചെയ്യാൻ ഒരുക്കമാണെന്ന്, അതും തികച്ചും സൗജന്യമായി ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഒരുക്കമാണെന്ന് മേയറെ വിളിച്ച് സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. അതൊരു പ്ലാൻ B ആയി വച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല ആറ്റുകാൽ ഭരണസമിതിയുടെ തന്നെ കീഴിലുള്ള ആറ്റുകാൽ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ ഹോസ്പിറ്റലുണ്ട്, ആറ്റുകാൽ ഹോസ്പിറ്റൽ. അവിടത്തെയും 10-70ഓളം ഡോക്ടർമാർ ഈ ഒരു ദൗത്യവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. അപ്പോൾ പല രീതിയിൽ ഇവർ ഇതിനെ വഴിമുടക്കാൻ നോക്കിയെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി കൂടിയായ ശിവൻകുട്ടി നടത്തിയ ഒരു പ്രസ്താവന ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ചില സംഘടനകൾ കൊടിവെച്ച ടാങ്കറുകളിൽ വെള്ളവുമായി ഷോ നടത്തുന്നു, പൊങ്കാലയ്ക്ക് അങ്ങനത്തെ ഷോ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് മന്ത്രി ശിവൻകുട്ടി നടത്തിയത്. പക്ഷേ അതിന് തക്കതായൊരു മറുപടി തന്നെ തിരുവനന്തപുരം ജില്ലയുടെ സിറ്റി അധ്യക്ഷനായിട്ടുള്ള കരമന ജയൻ ഫേസ്ബുക്കിലൂടെ നൽകിയിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, വളരെ മ്ലേച്ഛമാണ്. ആറ്റുകാൽ ക്ഷേത്രപ്രദേശത്തെ MLA കൂടിയായ വിദ്യാഭ്യാസ മന്ത്രിയുടെ നഗരത്തിൽ വെള്ളം ചില സംഘടനകൾ കൊടിവെച്ച ടാങ്കറുകളിൽ കൊടുത്ത് ഷോ കാണിക്കുന്നു എന്നുള്ളത്. കുടിവെള്ളം മുട്ടിച്ച് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പക കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായ ഈ മന്ത്രിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് പഴയ തിരുവനന്തപുരമല്ല, പുതിയ തിരുവനന്തപുരമാണ്. BJP മേയർ ഭരിക്കുന്ന വികസിതമാകുന്ന തിരുവനന്തപുരം. കൂടുതലൊന്നും പറയുന്നില്ല. ഒരു വാണിംഗ് സ്വരമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പോർവിളികളൊക്കെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേൾക്കും എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് കുമാർ. കാര്യം ഈ വിശ്വാസികളുടെ ഭാഗമായി നിന്ന് അവർക്ക് വേണ്ടതെന്ന് ഒരു ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കൊന്നും പോകാതെ അത് രമ്യമായി പരിഹരിച്ചു എന്നുള്ളതാണ് BJP ഇവിടെ ചെയ്ത, അവർ മുന്നിൽ കാണിച്ചു തന്ന കാഴ്ച. നേരെ മറിച്ച് CPM ആണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വിശ്വാസികളെ വെല്ലുവിളിച്ചു, വിശ്വാസികളെ ജയിലിലടച്ചു, വിശ്വാസികളെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചതച്ചു. എന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അന്ന് പറഞ്ഞതൊക്കെ തിരിച്ചു പറയുകയാണ്. ഒരൊറ്റ മലക്കം മറച്ചിൽ. ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ. യുവതീ പ്രവേശനം തെറ്റായിപ്പോയി എന്ന് വിലയിരുത്തുന്നു. പരമ്പരാഗതമായ ആചാരങ്ങൾ ശബരിമലയിൽ നിലനിർത്തണമെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഓന്തിൻ്റെ നിറം മാറും പോലെ മാറുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമീപനങ്ങളെയാണ് വിമർശിക്കപ്പെടേണ്ടതെന്നുള്ള പരക്കെ ഒരു വാഗ്വാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഉയർന്നിട്ടുണ്ട്.
എന്തായാലും ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രം പ്രായമുള്ള ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിയെ വെല്ലുവിളിക്കാനാണ് ഈ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നത്. പക്ഷേ ആ നീക്കങ്ങൾ തുടക്കത്തിലെ പരാജയപ്പെട്ടു പോയി എന്നതാണ് അതിലെ യാഥാർത്ഥ്യം. അല്ല, അത് മാത്രമല്ല കുമാർ, ഈ ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞിട്ട് മണിക്കൂറുകളെ ആകുന്നുള്ളൂ. ഈ സമയം കൊണ്ട് തന്നെ നഗരം പൂർണ്ണമായും ശുചിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ ശുചീകരണ തൊഴിലാളിയും വീട്ടിൽ പോയ ശേഷമേ മേയർ വിശ്രമത്തിനായി പോവുകയുള്ളൂ എന്ന് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവരിലൊരാളായി ഒരു തൊഴിലാളിയായി നിന്നുകൊണ്ട് ഈ മേയറും ഡെപ്യൂട്ടി മേയറും മറ്റ് വാർഡ് കൗൺസിലർമാരും എല്ലാം പ്രവർത്തിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഏറെക്കുറെ നഗരം ക്ലീനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് പലയിടത്തായി സംസ്കരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഇന്ന് ഇങ്ങനെ ഒരു വലിയ യജ്ഞം നടന്നോ എന്ന് പോലും നമുക്ക് പല സ്ഥലങ്ങളും കണ്ടാൽ സംശയം തോന്നിയിരിക്കാം. ആ വിധത്തിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റിയെ. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.